ഇനി ഷിത ജഗത്തിലേക്ക് പോവുകയാണ്. ഷിത ആശുപത്രിയിലാണ് ഉള്ളത്. ഷിത, ദുരിതാശ്വാസ ക്യാമ്പും ഈ ദുരന്തമുഖവും സന്ദർശിച്ചതിന് ശേഷം മുഖ്യമന്ത്രി നേരെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് ഒരു 20 മിനിറ്റിനുള്ളിൽ മുഖ്യമന്ത്രി അവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനീഷ, അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി മേപ്പാടിയിലെ ഈ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെത്തും. ഇവിടെ 7 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്, പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ്. അവരെ ഉൾപ്പെടെയുള്ള വാർഡിൽ ഉൾപ്പെടെയുള്ള ആളുകളെ മുഖ്യമന്ത്രി സന്ദർശിക്കും. അദ്ദേഹം സന്ദർശനത്തിൽ ആദ്യം പോയത് കള്ളാടിയിലെ ദുരന്ത ബാധിത പ്രദേശത്താണ്. ആ പ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കണ്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അവിടെയും അല്പസമയം ചെലവിട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് എത്തുന്നത്. 7 പേർ എന്ന് പറയുന്നത് ഇന്നലെ തന്നെ ഈ അപകട സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്, പലരും എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് അവർക്ക് പോലും ഇപ്പോൾ അത്ഭുതം തോന്നുന്ന രീതിയിലേക്കാണ്. അത് നമ്മൾ ഇന്ന് സംസാരിച്ചിരുന്ന കുഞ്ചു എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ കഴുത്ത് വരെ ഈ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ടായി, ചളിയും വെള്ളവും അടങ്ങി മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ നിന്നാണ് അദ്ദേഹത്തെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രക്ഷപ്പെട്ട ആളുകളാണ് ഇവിടെയുള്ളവരെല്ലാം തന്നെ. ആ ദുരന്തത്തിൽ പരിക്ക് പറ്റി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 3 പേരാണ് ഇപ്പോൾ ICUവിലുള്ളത്. അതിൽ ഒരാൾ ഇന്ന് അല്പസമയം വരെ അദ്ദേഹത്തിൻ്റെ നില വാർഡിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് കാര്യമായ ആരോഗ്യാവസ്ഥയിൽ മോശമാവുകയും വഷളാവുകയും ചെയ്തതോടുകൂടിയാണ് ICUവിലേക്ക് മാറ്റിയിരിക്കുന്നത്. അദ്ദേഹം കൂടെ അപ്പോൾ അവിടെ ICUവിലാണുള്ളത്. മറ്റുള്ളവരെല്ലാം തന്നെ വാർഡിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ ചികിത്സാ സൗകര്യങ്ങളെല്ലാം തന്നെ ഇന്നലെ അടിയന്തര യോഗം, അവലോകന യോഗം ആശുപത്രിയിൽ തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നോക്കാനും സർജറി എല്ലാം എന്തൊക്കെ വേണമോ എല്ലാം അടിയന്തര സാഹചര്യത്തോടുകൂടെ ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ് ആശുപത്രിയിൽ ചികിത്സ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. ഇതിൽ 19 വയസ്സുള്ള ഒരാൾ കൂടിയുണ്ട്. ഒരു ദിലീപ് എന്ന് പറയുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് പരിക്കേറ്റ് കഴിയുന്ന ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ നില ഇന്നലത്തേതിനേക്കാളും കുറച്ചുകൂടെ മോശമാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ അപകടത്തിൽ പരിക്ക് പറ്റി ചികിത്സയിൽ കഴിയുന്ന ആളുകളെല്ലാം തന്നെ പല രീതിയിലുള്ള പരിക്കുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ വാർഡിൽ കഴിയുന്ന ആളുകൾ മാത്രമാണ് അവർക്ക് തന്നെ ആവട്ടെ ഇരിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലേക്ക്, ആ രീതിയിലേക്കാണ് അവരുടെ ആരോഗ്യസ്ഥിതി ഉള്ളത്. എന്തായാലും അവരെ ഉൾപ്പെടെ മുഖ്യമന്ത്രി സന്ദർശിക്കുകയും ചെയ്യും. എപ്പോഴും നമുക്ക് ആശങ്കാജനകമായി പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ 5 പേർ ഇപ്പോഴും ഈ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട് എന്നുള്ളതാണ്. അവർക്കായുള്ള തെരച്ചിൽ നടത്തിയിട്ടും ഇന്നലെ മുതൽ തുടങ്ങിയ തെരച്ചിലാണ്. ഇന്നലെ ഈ സംഭവം ഉണ്ടാവുന്ന സമയത്ത് തുടങ്ങിയ തെരച്ചിൽ ഇപ്പോഴും തുടരുമ്പോൾ പോലും ആരെയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. അത്രയേറെ രാവിലെ നടത്തിയ തെരച്ചിൽ, ഇന്നലെ നടത്തിയ അവലോകന യോഗത്തിൽ 4 സോണുകളായി തിരിച്ചുകൊണ്ട് വിദഗ്ധരെ ഉൾപ്പെടുത്തി 4 സോണുകളായി തിരിക്കുകയും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെ എവിടെയാണോ ആളുകൾ ഉള്ളത്, എവിടെയാണ് അവൾ കുടുങ്ങിക്കിടക്കുന്നത് എന്നതുൾപ്പെടെ കണ്ടെത്താനുള്ള ശാസ്ത്രീയ പരിശോധനകളടക്കം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള ശാസ്ത്രീയ ഉപകരണങ്ങൾ, ഒപ്പം തന്നെ കടാവർ നായകൾ ഉൾപ്പെടെ എല്ലാം കൊണ്ടുവന്ന് നടത്തിയ ഒരു പരിശോധനയാണ്. പക്ഷേ ആ പരിശോധനയിലും ഇതുവരെ ഒരു ഫലവും കണ്ടെത്താനായിട്ടില്ല. ഇവർ ഈ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട്, എന്നാൽ അവരെവിടെ ഉണ്ടെന്നോ എവിടെയാണെന്നോ കണ്ടെത്താനോ ഒന്നും പറ്റിയിട്ടില്ല. അത്രയേറെ മണ്ണ്, ഈ ഒരു മണ്ണിടിച്ചിലിൽ തന്നെ വെള്ളവും മണ്ണും കുത്തിയൊലിച്ചപ്പോൾ തന്നെ വലിയ ശക്തമായ രീതിയിൽ തന്നെ മണ്ണ് എത്തിയിട്ടുണ്ട്. ആ മണ്ണ് മാറ്റുക എന്ന് പറയുന്നത് ഒരു പ്രയാസകരമായ ജോലിയാണ്. ഇതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ വെള്ളം, കുത്തിയൊലിച്ചു പോയ വെള്ളത്തിനൊപ്പം പുഴയിലൂടെ ഒലിച്ചു പോയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൂടെ ഉയരുന്നുണ്ട്. ആ രീതിയിലുള്ള പരിശോധനകളെല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. ഇന്നലെ രാത്രി വൈകിയും ഇതേ രീതിയിലുള്ള പരിശോധനകൾ, ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ളത് നടത്തുന്നുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് ഈ കള്ളാടിയിൽ നിന്ന് ചൂരൽമല ഭാഗത്തേക്കുള്ള റോഡ് പൂർണ്ണമായും മണ്ണടിഞ്ഞു കഴിഞ്ഞിരുന്നു. അത് ഇന്ന് രാവിലത്തോടെ കൂടെ തന്നെ ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. അപ്പുറത്ത് ഒറ്റപ്പെട്ടു പോയ ആളുകളായിരുന്നു അതുവരെ വൈകിട്ടത്തോടെ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനൊരു മാറ്റമുണ്ടാക്കാൻ രാവിലെയോടെ സാധിച്ചിട്ടുണ്ട്. അത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. അതിനൊപ്പം തന്നെയായിരുന്നു ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്താനുള്ള, ഈ മണ്ണിനടിയിൽപ്പെട്ട് കഴിയുന്ന 5 പേരാണ്. 5 പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഈ 5 പേരും അവരെ കണ്ടെത്താനുള്ള ശ്രമകരമായ ദൗത്യമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ദൗത്യത്തിന് ഇതുവരെ ഒരു ഫലം കണ്ടെത്താനായിട്ടില്ല.